സ്ഥലത്ത് വെച്ചാണ് ബലിപെരുന്നാളിന്റെ പിറ്റേന്ന്, അതായത് ജൂൺ 8 ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ആ വാഹനാപകടം നടന്നത്. ബിയാത്തുമ്മയുടെ ജീവനെടുത്ത മനഃപൂർവ്വമുള്ള ആ വാഹനാപകടം. മാപ്പിളത്തോട്ടത്തിലെ ബന്ധുവീട്ടിൽ നിന്ന് കൊച്ചുമകൻ അഫ്ലഹിനൊപ്പം സ്കൂട്ടറിൽ നെല്ലിമുണ്ടയിലെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ബിയുമ്മ. പോക്കറ്റ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് പെട്ടെന്ന് കയറിയതിന്റെ പേരിൽ പിന്നിൽ വന്ന ബൊലേറോയിലുണ്ടായിരുന്നവർ അഫ്ലഹുമായി തർക്കത്തിലേർപ്പെട്ടു. അവിടെ ഈ റോഡ് പണി നടക്കുന്നതുകൊണ്ട് കല്ലൊക്കെ ഇങ്ങനെ ഉയർത്തിയിട്ടുകൊണ്ട് ഈ വണ്ടി അവിടുന്ന് വരുന്നത് പാസ് ചെയ്യുന്നത് കാണാറില്ല. ഇവൻ അറിയാതെ ഇവരെ വണ്ടിൻ്റെ മുന്നിലേക്ക് പോയപ്പോൾ ഇവർ അവിടുന്ന് ഷൗട്ട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു ഇവനെ. അങ്ങനെ ഇവൻ സോറി പറഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയിട്ട് ആ ഇറക്കത്തിൽ നിന്ന് തന്നെ ഈ വണ്ടിൻ്റെ മുന്നിലോട്ട് പാസ് ചെയ്ത അവിടുന്ന് മുന്നോട്ട് പോയിട്ട് 2 പ്രാവശ്യം ആ ഇറക്കത്തിൽ നിന്ന് തന്നെ സൈഡ് കൊടുത്തു എന്നാണ് പറഞ്ഞു ഇവർക്ക്. ബാക്കിയുള്ള വണ്ടികളൊക്കെ കയറി പോകുന്നുണ്ട്, ഇവർ കയറി പോകുന്നില്ല. ഇങ്ങനെ ഈ 1-ാം മൈലിൽ നിന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ധാരിങ് ഏകദേശം പണി പൂർത്തീകരിച്ച സ്ഥലത്ത് നല്ല വീതിയുള്ള സ്ഥലമാണ്. അവിടുന്ന് ഒരു പ്രാവശ്യം സൈഡാക്കി കൊടുത്തു, ആ കടകളുടെ ഒക്കെ മുന്നിൽ നിന്ന് സൈഡാക്കി കൊടുത്തു. അപ്പോഴും ഇവർ കയറി പോകുന്നില്ല. രണ്ടാമത് ഈ സൈഡാക്കി കൊടുത്തുനിന്നാണ് ഈ വീതിയുള്ള റോഡ് അവിടെ എത്തി 2ാമത് സൈഡാക്കി കൊടുത്ത റോഡിൽ നിന്നാണ് ഇവർ മനഃപൂർവ്വം തട്ടിയിടുന്നതെന്നാണ് പറയുന്നത്. തെറിച്ചു വീണ ബിയുമ്മയുടെ ശരീരത്തിലൂടെ വാഹനത്തിന്റെ ടയർ കയറിയിറങ്ങി. അടിയിൽ കുടുങ്ങിയ അഫ്ലഹിനെ കുറെ ദൂരം വലിച്ചു കൊണ്ടുപോയി. അപകടമല്ല, മനഃപൂർവ്വം ഇടിച്ചതാണെന്ന് അന്നേ സംശയമുയർന്നു. ഒരു വളവില്ല, ഒന്നുമില്ല. നേരത്തെ ആണെങ്കിൽ ഇപ്പം റോഡിൻ്റെ പകുതി ഉണ്ടായുള്ളൂ. ഇപ്പം നല്ല റോഡുമാണ്, 2 വണ്ടിക്ക് സുഖമായിട്ട് കടന്നു പോവാം. അതുപോലെ സ്കൂട്ടിയല്ലേ, വലിയ വണ്ടിയല്ലല്ലോ. അത് 2 ഇവിടുന്ന് വരുന്ന വണ്ടിയല്ലേ. ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണെങ്കിൽ പിന്നെ പെട്ടെന്ന് തട്ടേന്ന് ചെയ്യാം. 2 ഇവിടുന്ന് വരുന്ന വണ്ടിയല്ലേ, അങ്ങനെ സംശയമുണ്ട്. വാഹനമോടിച്ചിരുന്ന കാസർഗോഡ് പെരുമ്പള സ്വദേശി അഖിലിനെ പോലീസ് ആദ്യം തന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് വാഹനത്തിലുണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കുമെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കാൻ തീരുമാനിച്ചത്. അഖിലിന് പുറമെ കാസർഗോഡ് സ്വദേശികളായ പ്രശാന്ത, നിതിൻ നാരായണൻ, പ്രായപൂർത്തിയാകാത്ത ഒരാൾ എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികളെ 1-ാം മൈലിലെ സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. പിന്നെ അതിനുശേഷം അവിടെ പോയിട്ടാണ് വണ്ടി നിൽക്കുന്നത്. അപ്പം വണ്ടിയുടെ അടിയിൽ പ്രതികൾ ലഹരി ഉപയോഗിച്ചാണ് ഈ ക്രൂരകൃത്യം നടത്തിയതെന്ന് ബിയുമ്മയുടെ ബന്ധുക്കൾ പറയുന്നു. പിന്നെ എന്നെ മോൻ വിളിക്കല് അപ്പച്ചി എന്നാണ്. അപ്പച്ചി നമ്മളെ ഉമ്മൻ്റെ മേത്തേക്ക് മനഃപൂർവ്വം കയറ്റിയതാണ്, അവരെന്നെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് വളരെ വിഷമത്തോടെ. അതുകൊണ്ട് നമ്മൾ ശക്തമായി അവരെ എതിരെ നടപടി എടുക്കണമെന്ന് അന്ന് മുതൽ മോന് പറയുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഉമ്മ 70 വയസ്സായ ഒരു സ്ത്രീയെ അവർ ഇങ്ങനെ ചെയ്യാണ്ടായ കാരണം ഞങ്ങൾ മനസ്സിലാക്കുന്ന അവരുപയോഗിച്ച രാസവസ്തുക്കളും അവരുപയോഗിച്ച മദ്യവും തന്നെയാണ്. അല്ലാതെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ ഇത്രയും ആളുകളെ അപായപ്പെടുത്തുന്ന രീതിയിലേക്ക് വരുന്നത് സമൂഹത്തിന് വലിയ ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകണം. ഇനി നമ്മുടെ റോട്ടിൽ ഒരു ഉമ്മയുടെയും ഒരു മകൻ്റെയും കണ്ണുനീര് വീയാതെ നോക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത്രയും ദൂരം ഉണ്ടായിട്ടും ഇത്ര പ്രായമുള്ള ഒരു ഉമ്മയെ കണ്ടിട്ടും ഈ വാഹനം ഇടിച്ചു തെറിപ്പിക്കാൻ ഇവർക്ക് തോന്നിയ മാനസികാവസ്ഥ അത് ഒരു സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന് തോന്നുന്നതല്ല. അവർ മറ്റെന്തോ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. കേവലം മദ്യമല്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കുന്നത്. മദ്യത്തിൻ്റെ ലഹരിയിൽ ഒരിക്കലും ഒരു മനുഷ്യനെ അപായപ്പെടുത്താനൊന്നും ഒരാൾക്കും കഴിയില്ല. മറ്റെന്തോ രാസലഹരി ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്, അത് കണ്ടെത്തണം. കാരണം ഇത് ഞങ്ങളുടെ ഒരു ഉമ്മയെ നഷ്ടപ്പെട്ടു എന്നുള്ള അപ്പുറത്തേക്ക് നാളെ ഇവർ വീണ്ടും സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ ഇത്തരത്തിലുള്ള വീണ്ടും കൃത്യങ്ങൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനെ തടയണമെങ്കിൽ കൃത്യമായ ശിക്ഷ ഇവർക്ക് ലഭിക്കണം. വാഹനമോടിച്ചിരുന്ന അഖിലിന്റെ പ്രായം 27. മറ്റു 3 പേർ 20, 21, 22 വയസ്സുള്ളവർ. ഒരാൾ പ്രായപൂർത്തിയാകാത്തയാൾ. ഇവരാണ് 71 വയസ്സുള്ള വയോധികയുടെ ദേഹത്തുകൂടി വാഹനം കയറ്റിയിറക്കിയവർ. മാതൃഭൂമി ന്യൂസ്, വയനാട്.